ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജോട് ചേരുകയാണ്. സനോജ് സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ വി വി പ്രകാശിന്റെ വീട്ടിൽ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് സന്ദർശനം നടത്തുന്നു. തികച്ചും ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു സന്ദർശനത്തിന് രാഷ്ട്രീയപരമായി വലിയ മാനമുണ്ട് സനോജ്. അല്ല, വി വി പ്രകാശിന്റെ വീട്ടിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വരാജ് സന്ദർശനം നടത്തിയിട്ടുണ്ട്. വി വി പ്രകാശിന്റെ കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വി വി പ്രകാശിന്റെ കുടുംബവും UDFന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വി വി പ്രകാശ് കഴിഞ്ഞ തവണ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ വി വി പ്രകാശിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വലിയ ശ്രമം നടത്തിയിട്ടുള്ള ആളാണ്. ആ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് ഈ ആര്യാടൻ ഷൗക്കത്ത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇലക്ഷന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങളെല്ലാം ഇവിടെ പ്രചരണത്തിന് വന്നപ്പോ അത്തരം കാര്യങ്ങൾ ഇവിടെയുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ നിരവധി ഘട്ടങ്ങളിൽ ഞങ്ങളോടെല്ലാം പങ്കുവെക്കുന്ന നിലയുണ്ടായി. ആ സന്ദർഭത്തിൽ തന്നെയാണ് വി വി പ്രകാശിന്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകളാന്ന് തോന്നുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന നിലയുണ്ടായി. ആ ഫേസ്ബുക്ക് പോസ്റ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരുപാട് ചർച്ച ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ ആരെയെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ടോ, ആരുടെയെല്ലാം പാലം വലിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് ഇടപെട്ടിട്ടുണ്ടോ അവരിൽ നിന്നെല്ലാം കനത്ത തിരിച്ചടി ഈ തവണ ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ ആര്യാടൻ ഷൗക്കത്തിന്റെ ഉപദ്രവം ഏറ്റുവാങ്ങേണ്ടി വന്ന, ആര്യാടൻ ഷൗക്കത്ത് ഉണ്ടാക്കിയ വിഭാഗീയതയുടെ ഇരയാകേണ്ടി വന്ന വിവിധ വിഭാഗം ആളുകളുടെ കടുത്ത എതിർപ്പ് ആ മണ്ഡലത്തിലാകെ നടക്കുന്നു, കേൾക്കാൻ വേണ്ടി കഴിയുന്നു, അറിയാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നമുക്കുള്ള അനുഭവം. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. മറ്റൊന്ന്, ഈ മണ്ഡലത്തില് രാഷ്ട്രീയമായ കാര്യങ്ങൾ നോക്കുമ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിക്ക് പല നിലയിലും തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പം പ്രധാനമായിട്ടും അവര് ഇവിടെയുള്ള നേരത്തെയുള്ള MLAയുടെ സ്വാധീനത്തിൽ കുറച്ച് വോട്ട് സമ്മാനിക്കാന്ന് കരുതിയെങ്കിലും ആ പ്രതീക്ഷ പാടെ പോയിരിക്കുന്നു. ഈ വി വി പ്രകാശിനെ സ്നേഹിക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരൊന്നും ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യില്ല എന്ന് പരസ്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ DCC പ്രസിഡന്റായിട്ടുള്ള VS ജോയി ആണ് സ്ഥാനാർത്ഥി എന്നാണ് അദ്ദേഹം കരുതിയത്. അദ്ദേഹവും നേരത്തെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് മുന്നേ തന്നെ വോട്ട് പിടിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പൊ VS ജോയിയുടെ സ്നേഹിക്കുന്ന VS ജോയിയുമായി ബന്ധപ്പെട്ട വിവിധ ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടേ ഇല്ല. അപ്പൊ ആര്യാടൻ ഷൗക്കത്തിന് ആ വിഭാഗത്തിൽ നിന്നും വോട്ട് ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല. എല്ലാം കൊണ്ടും വലിയ പ്രതിസന്ധിയാണ് UDF. പിന്നെ UDF നേതാക്കളുടെ പ്രസ്താവനകളും UDFലെ യുവ നേതാക്കളുടെ അഹങ്കാരം നിറഞ്ഞ ഇടപെടലുകളും അവര് റീൽസിന് വേണ്ടി പല കാര്യങ്ങളും അഭിനയിച്ചതും ചില പെട്ടിക്കഥകൾ ഉണ്ടാക്കാൻ നോക്കിയതും എല്ലാം കണ്ടു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അനാവരണം ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് UDF കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുന്നു, UDFിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. UDFന്റെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്.